പുറം ലോകം വിചാരിക്കുന്നത് അവൻ പരിക്കേറ്റ് തളർന്നു കിടക്കുകയാണെന്നാണ്. ഡോക്ടർ വിധിയെഴുതി 2 ആഴ്ചത്തേക്ക് അനങ്ങാൻ പോലും പാടില്ലെന്ന്. പക്ഷെ ആ 4 ചുവരുകൾക്കുള്ളിൽ ആരും കാണാതെ അവൻ ഒരു മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുകയാണ്. സ്വന്തം ടീം മേറ്റ്സ് പോലും അവനെ ചതിക്കാൻ നിൽക്കുമ്പോൾ ഈ 2 ആഴ്ചത്തെ സമയം കൊണ്ട് അവൻ എങ്ങനെയാണ് ഒരു മോൺസ്റ്ററായി മാറാൻ പോകുന്നത്? നാനോ മെഷീന്റെ സഹായത്തോടെ അവൻ ചെയ്യാൻ പോകുന്ന ആ സീക്രട്ട് ട്രെയിനിങ് എന്താണെന്ന് അറിയാമോ? കണ്ടാൽ നിങ്ങൾ ഞെട്ടും. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന മിക്ക ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. നിങ്ങൾ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടാൽ വീഡിയോ ഇടാൻ എനിക്കൊരു മൂഡ് വരില്ല. അത് നമ്മുടെ ചാനലിന് നല്ലതല്ല. അപ്പോ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു, നമ്മുടെ നായകൻ യോവൂൺ മരണത്തിന്റെ വക്കോളം എത്തിയിരുന്നു. അവന്റെ ശരീരം തകർന്ന തരിപ്പണമായിരിക്കുകയാണ്. ഇപ്പോൾ അവൻ അക്കാദമിയിലെ ഇൻഫർമറിയിൽ ആണ്. പുറത്ത് മറ്റു കുട്ടികൾ അടുത്ത ഘട്ട പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ അനങ്ങാൻ പോലും പറ്റാതെ ബെഡിൽ കിടക്കുന്ന നായകനെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവന്റെ കാര്യം പോക്കാണെന്ന്. പക്ഷേ യോവൂൺ പഴയ ആളല്ല. അവന്റെ ഉള്ളിൽ ഒരു ചീറ്റ് കോഡ് ഉണ്ട്, നാനോ മെഷീൻ. ഈ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് യോവൂണിന്റെ ഒരു മാസ്റ്റർ മൈൻഡാണ്. തന്റെ പരിക്ക് പോലും അവൻ എങ്ങനെയാണ് തനിക്ക് അനുകൂലമായി ഉപയോഗിക്കുന്നതെന്ന് കണ്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഒപ്പം അവനെ തകർക്കാൻ സ്വന്തം ഗ്രൂപ്പിൽ തന്നെ ഒരു പുതിയ ശത്രു കാത്തിരിപ്പുണ്ട്. ആരാണ് അവൻ? എന്താണ് യോവൂണിന്റെ സീക്രട്ട് പ്ലാൻ? സമയം കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സീൻ തുടങ്ങുമ്പോൾ ഫിസിഷ്യൻ ബേക്ക് യോവൂണിനെ പരിശോധിക്കുകയാണ്. ഇദ്ദേഹം അക്കാദമിയിലെ സാധാരണ ഡോക്ടർ മാത്രമല്ല, വലിയൊരു വൈദ്യൻ കൂടിയാണ്. അദ്ദേഹം യോവൂണിന്റെ പൾസ് പരിശോധിച്ചിട്ട് ഒരു നെടുവീർപ്പിട്ടു. എന്നിട്ട് പറഞ്ഞു, നിന്റെ പരിക്ക് നിസ്സാരമല്ല. ഇന്റേണൽ ഓർഗൻസ് നല്ല ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറഞ്ഞത് 2 ആഴ്ച പൂർണ്ണമായി വിശ്രമിച്ചേ പറ്റൂ. ഇത് കേട്ടതും യോവൂണിന്റെ നെഞ്ചൊന്ന് കാളി. കാരണം ഡെമോണിക് അക്കാദമിയിൽ വിശ്രമം എന്ന് പറഞ്ഞാൽ തോൽവി എന്നാണ് അർത്ഥം. ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കും. 2 ആഴ്ച ക്ലാസ് മിസ്സായാൽ പിന്നെ ഒരിക്കലും ബാക്കിയുള്ളവർക്ക് ഒപ്പം എത്താൻ പറ്റില്ല. യോവൂൺ മനസ്സിൽ ചിന്തിച്ചു, എന്റെ കയ്യിൽ നാനോ ഉണ്ട്. നാനോ വിചാരിച്ചാൽ ഈ മുറിവുകൾ 2 മണിക്കൂർ കൊണ്ട് മാറ്റാം. പക്ഷേ ഇവിടെയാണ് യോവൂൺ നേരിടുന്ന വലിയ വെല്ലുവിളി. പെട്ടെന്ന് സുഖം പ്രാപിച്ചാൽ ഡോക്ടർക്ക് സംശയം തോന്നും. ഇന്നലെ മരിക്കാറായവൻ ഇന്ന് എങ്ങനെ ഒയിട്ടി നടക്കുന്നു എന്ന് അദ്ദേഹം ചിന്തിക്കും. അത് നാനോയുടെ രഹസ്യം പുറത്താകാൻ കാരണമാകും. അതുകൊണ്ട് അവന് ഒരേ സമയം രോഗിയായി അഭിനയിക്കുകയും വേണം, എന്നാൽ ഉള്ളിൽ അസുഖം മാറുകയും വേണം. ആകെ ധർമ്മസങ്കടം. യോവൂൺ തന്റെ വിശ്വസ്തനായ കൂട്ടുകാരനെ വിളിച്ചു, നാനോയെ, നാനോ, എനിക്ക് വേഗത്തിൽ സുഖപ്പെടണം. പക്ഷേ പുറമെ നോക്കുമ്പോൾ ഞാൻ വയ്യാത്തവനായിരിക്കണം. നിനക്ക് എന്റെ പൾസ് നിയന്ത്രിക്കാൻ പറ്റുമോ? നാനോയുടെ മറുപടി രസകരമായിരുന്നു. പിന്നെ പറ്റില്ലേ. നാനോയ്ക്ക് യോവൂണിന്റെ ശരീരത്തിലെ രക്തയോട്ടം നിയന്ത്രിക്കാൻ സാധിക്കും. അതായത് ഡോക്ടർ പരിശോധിക്കുമ്പോൾ കൈകളിൽ രക്തയോട്ടം കുറച്ച് പൾസ് വീക്ക് ആകാൻ നാനോയ്ക്ക് പറ്റും. ഡോക്ടർ വിചാരിക്കും ഇവൻ ഇപ്പോഴും സീരിയസ് കണ്ടീഷനിലാണെന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ നാനോ ഉള്ളിൽ നിന്ന് ഓരോ സെല്ലും റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യോവൂൺ ഡോക്ടറോട് വളരെ പാവത്താനായി പറഞ്ഞു, ശരി സാർ, ഞാൻ ഇവിടെ കിടന്നോളാം. ഡോക്ടർ പോയ ഉടനെ യോവൂൺ തന്റെ തലയണയുടെ അടിയിൽ സൂക്ഷിച്ചിരുന്ന ആ നിധി പുറത്തെടുത്തു. കുടിയൻ ഗാർഡിയൻ കൊടുത്ത ആ സീക്രട്ട് മാനുവൽ. സാധാരണഗതിയിൽ ഡോർമെറ്ററിയിൽ വെച്ച് ഇത് പഠിക്കാൻ പറ്റില്ല, കാരണം അവിടെ ആരെങ്കിലും ഒളിഞ്ഞു നോക്കും. പക്ഷേ ഇപ്പോൾ ഈ ഇൻഫർമറിയിൽ അവൻ തനിച്ചാണ്. അവനെ ശല്യപ്പെടുത്താൻ ആരുമില്ല. യോവൂൺ ചിന്തിച്ചു, ഇതാണ് പറ്റിയ സമയം. ഈ 2 ആഴ്ച കൊണ്ട് എനിക്ക് ഇന്റേണൽ എനർജി നിയന്ത്രിക്കാൻ പഠിക്കണം. ശരിക്കും ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ് സർ. അതേസമയം പുറത്ത് ഡ്രിൽ ഹാളിൽ അന്തരീക്ഷം ആകെ മാറിയിരിക്കുന്നു. പുതിയ ഇൻസ്ട്രക്ടർമാർ വന്നിട്ടുണ്ട്. ഇവരെ കണ്ടാൽ തന്നെ പേടിയാകും. സ്ട്രാറ്റജി ആൻഡ് ടാക്ടിക്സ് പഠിപ്പിക്കുന്നവരാണെങ്കിലും കുട്ടികളെ തല്ലിപ്പഴുപ്പിക്കാൻ വന്നവരാണെന്ന് തോന്നും. ഇവിടെ വെച്ചാണ് കുട്ടികളെ പല ഗ്രൂപ്പുകളായി തിരിക്കുന്നത്. നമ്മുടെ യോവൂൺ ഗ്രൂപ്പ് 8-ലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഗ്രൂപ്പ് 8-ലെ മറ്റു കുട്ടികളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം, അവർക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല. നമ്മൾ തോൽക്കാൻ പോവുകയാണ്, നമ്മുടെ ഗ്രൂപ്പിൽ ശക്തരായി ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് അവർ കരയുകയാണ്. പക്ഷേ അവർക്കറിയില്ല അവരുടെ ഇടയിൽ ഒരു സൈലന്റ് കില്ലർ ഒളിച്ചിരിപ്പുണ്ടെന്ന്. സ്റ്റുഡന്റ് നമ്പർ 3 അവൻ സ്റ്റെൽത്ത് ക്ലാൻ മെമ്പറാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നിശബ്ദമായി വന്ന് കൊലപ്പെടുത്തുന്നതിൽ വിദഗ്ധരാണിവർ. അവന്റെ നോട്ടം മുഴുവൻ ആ ഗ്രൂപ്പ് ലീഡർ എന്ന സ്ഥാനത്താണ്. ആ സ്ഥാനം കിട്ടാൻ അവൻ എന്തും ചെയ്യും. ഇവിടെയാണ് കാര്യങ്ങൾ സീരിയസ് ആകുന്നത്. സ്റ്റുഡന്റ് 3 മെല്ലെ എഴുന്നേറ്റ് പ്രൊഫസറുടെ അടുത്തേക്ക് ചെന്നു. വളരെ വിനയത്തോടെ അവൻ ചോദിച്ചു, സാർ, നമ്മുടെ ഗ്രൂപ്പിലെ നമ്പർ 7 യോവൂൺ ക്ലാസ്സിൽ വന്നിട്ടില്ല.
അവന് കാര്യങ്ങൾ ഒന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇൻഫർമറിയിൽ പോയി അവന് ഇന്നത്തെ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കട്ടെ. കേൾക്കുന്നവർക്ക് തോന്നും, ഹോ, ഇവൻ എത്ര നല്ലവനാണ്, സ്വന്തം ടീം മേറ്റിനെ സഹായിക്കാൻ നോക്കുന്നു എന്ന്. പക്ഷേ സത്യം അതല്ല. അവന്റെ മനസ്സിനുള്ളിലെ ചിന്തകൾ നമ്മൾ കാണുന്നുണ്ട്. യോവോൺ, നീ എന്റെ ഗ്രൂപ്പിലാണല്ലേടാ. നീ അവിടെ തളർന്നു കിടക്കുകയാണെന്ന് എനിക്കറിയാം. ഇപ്പോൾ വന്നാൽ നിന്നെ വിരട്ടി ഓടിക്കാൻ എളുപ്പമാണ്. അതെ സർ. യോവോണിനെ സഹായിക്കാനല്ല, അവനെ മാനസികമായി തകർക്കാനാണ് ഇവൻ പ്ലാൻ ചെയ്യുന്നത്. ഒരു എതിരാളിയെ ഇല്ലാതാക്കാൻ കിട്ടുന്ന ഏറ്റവും നല്ല അവസരമാണിത്. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചു. പ്രൊഫസർ അവനെ തടഞ്ഞു. വേണ്ട, ഇൻഫർമറിയിലേക്ക് ആർക്കും പ്രവേശനമില്ല. അക്കാദമിയുടെ നിയമം കർശനമാണ്. പ്രത്യേക പാസ് ഇല്ലാതെ ആർക്കും അങ്ങോട്ട് കയറാൻ പറ്റില്ല. ഇത് കേട്ടതും സ്റ്റുഡന്റ് 3യുടെ മുഖം വാടി. അവന്റെ പ്ലാൻ പൊളിഞ്ഞു. അവൻ ദേഷ്യം കടിച്ചുപിടിച്ച് തിരിച്ചു വരിയിലേക്ക് നിന്നു. അവൻ പിറുപിറുത്തു, ശരി, നീ എപ്പോൾ പുറത്തിറങ്ങുന്നോ അന്ന് ഞാൻ നിന്നെ കാത്തിരിക്കും. തൽക്കാലത്തേക്ക് യോവോൺ രക്ഷപ്പെട്ടു എന്ന് പറയാം. പക്ഷേ ഈ രക്ഷപ്പെടൽ യോവോണിന് കിട്ടിയ ഒരു സുവർണാവസരമാണ്. ഇപ്പോൾ അവന് മുന്നിൽ കൃത്യം 2 ആഴ്ചയുണ്ട്. പുറത്ത് ശത്രുക്കൾ അവനെ പുച്ഛിക്കുന്നു, അവൻ തോറ്റുപോയി എന്ന് വിധിയെഴുതുന്നു. പക്ഷെ ആ അടച്ചിട്ട മുറിയിൽ യോവോൺ തന്റെ ശരീരത്തിലെ ഓരോ ഞരമ്പുകളിലൂടെയും ശക്തി പ്രവഹിപ്പിക്കാൻ പഠിക്കുകയാണ്. നാനോ മെഷീന്റെ സഹായത്തോടെ വർഷങ്ങളെടുത്ത് പഠിക്കേണ്ട വിദ്യകൾ അവൻ ദിവസങ്ങൾ കൊണ്ട് പഠിച്ചെടുക്കും. ഈ 2 ആഴ്ച കഴിഞ്ഞ് ആ ഇൻഫർമറിയുടെ വാതിൽ തുറന്ന് പുറത്തു വരുന്നത് നമ്മൾ കണ്ട പഴയ വീകായ യോവോൺ ആയിരിക്കില്ല. ശത്രുക്കളുടെ കണ്ണ് തള്ളിക്കുന്ന, ആരെയും വെല്ലുവിളിക്കാൻ കെൽപ്പുള്ള ഒരുത്തനായിരിക്കും. ഗ്രൂപ്പ് 8ലെ ആ വില്ലൻ സ്റ്റുഡന്റ് 3 അറിയില്ല അവൻ കളിക്കാൻ നിൽക്കുന്നത് ആരോടാണെന്ന്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് യോവോണിന്റെ ആ ട്രാൻസ്ഫോർമേഷനാണ്. അവൻ ആ വിദ്യകൾ പഠിക്കുമോ? ഗ്രൂപ്പ് ലീഡർ സ്ഥാനം അവൻ പിടിച്ചെടുക്കുമോ? എല്ലാം നമുക്ക് കാത്തിരുന്നു കാണാം. നിങ്ങൾക്ക് ഈ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അക്കാദമിയുടെ ചരിത്രത്തിൽ തന്നെ ആരും ചെയ്യാത്ത ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് നമ്മുടെ നായകൻ. ഡോക്ടർ പറഞ്ഞു അവന് എഴുന്നേൽക്കാൻ 2 ആഴ്ച വേണമെന്ന്. പ്രൊഫസർമാർ വിധിയെഴുതി ഇവന്റെ കാര്യം പോക്കാണെന്ന്. പക്ഷേ ഫ്രണ്ട്സ്, ആരും കാണാതെ പാതിരാത്രിയിൽ ആ അടച്ചിട്ട മുറിയിലേക്ക് ജനൽ വഴി ഒരു അപരിചിതൻ കയറി വരുന്നുണ്ട്. ആരാണ് അവൻ? യോവോണിനെ തീർക്കാൻ വന്നതാണോ? തന്റെ വിധി തിരുത്തിക്കുറിക്കാൻ യോവോൺ നടത്തുന്ന ആ സീക്രട്ട് ഓപ്പറേഷൻ എന്താണെന്ന് അറിയണ്ടേ? ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നാനോ മെഷീന്റെ ഏറ്റവും ആവേശകരമായ 12ാം എപ്പിസോഡാണ്. കഥ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ഇൻഫർമറിയുടെ പുറത്തു നിൽക്കുന്ന ആ പ്രൊഫസറെയാണ്. അദ്ദേഹം വന്നത് യോവോണിനെ കാണാനാണ്. പക്ഷേ ഡോക്ടർ സമ്മതിച്ചില്ല. അവന്റെ പരിക്ക് ഗുരുതരമാണ് സാർ. ഇന്റേണൽ ഓർഗൻസും ഒക്കെ ഡാമേജ് ആണ്. മിനിമം 2 ആഴ്ചയെങ്കിലും ബെഡ് റെസ്റ്റ് വേണം. ഇത് കേട്ടതും പ്രൊഫസറുടെ മുഖം മാറി. കാരണം 3 ആഴ്ച കഴിഞ്ഞാൽ അടുത്ത പരീക്ഷയാണ്. അദ്ദേഹം മനസ്സിൽ പറഞ്ഞു, ഇവന്റെ കാര്യം കഷ്ടമാണ്. എങ്ങനെയോ ആദ്യത്തെ ടെസ്റ്റ് പാസ്സായി. പക്ഷേ ഭാഗ്യം എപ്പോഴും കൂടെയുണ്ടാവില്ലല്ലോ. ഇവൻ ഇവിടെ കിടന്നു തന്നെ തോൽക്കാൻ പോവുകയാണ്. സ്വന്തം വിദ്യാർത്ഥിയെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അവൻ തോറ്റുപോയി എന്ന് ഉറപ്പിക്കാനാണ് ആ പ്രൊഫസർ വന്നത്. അദ്ദേഹം തിരിച്ചുപോയി. ഇൻഫർമറിയിൽ യോവോൺ തനിച്ചായി. പക്ഷേ കളി മാറാൻ പോകുന്നതേയുള്ളൂ. സമയം പാതിരാത്രി. അക്കാദമി മുഴുവൻ ഉറക്കത്തിലാണ്. പെട്ടെന്ന് ഇൻഫർമറിയുടെ ജനൽ മെല്ലെ തുറക്കുന്നു. വാതിലിലൂടെയല്ല, ജനലിലൂടെ ഒരാൾ അകത്തേക്ക് ചാടി വരുന്നു. ആരാണെന്നല്ലേ? മറ്റാരുമല്ല, ആ കൊടിയൻ ഗാർഡിയൻ സിയോപ്മെങ്. അവൻ നേരെ ചെന്ന് ഉറങ്ങിക്കിടക്കുന്ന യോവോണിനെ തട്ടി വിളിച്ചു. യോവോൺ ഞെട്ടി എഴുന്നേറ്റു. മാസ്റ്റർ, അങ്ങ് എന്താ ഇവിടെ? സിയോപ്മെങ് ചുറ്റും നോക്കി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് ഒരു ചിരി ചിരിച്ചു. എടാ, ഡോക്ടർമാർ പറഞ്ഞ ആ 2 ആഴ്ചത്തെ റെസ്റ്റ് ഇല്ലേ, അതാണ് നിനക്ക് കിട്ടിയ ലോട്ടറി. പുറം ലോകം വിചാരിക്കുന്നത് നീ കിടപ്പിലാണെന്നാണ്. പക്ഷെ ഈ 4 ചുവരുകൾക്കുള്ളിൽ ഞാൻ നിന്നെ മാറ്റിയെടുക്കാൻ പോവുകയാണ്. ട്രെയിനിങ് തുടങ്ങുന്നതിന് മുൻപ് സിയോപ്മെങ് ആ മാനുവൽ എടുത്തു ചോദിച്ചു. ഇതിലെ ആദ്യത്തെ ഭാഗം നീ വായിച്ചോ? നമുക്കറിയാം, നാനോ ഉള്ളതുകൊണ്ട് യോവോൺ അത് പണ്ടേ സ്കാൻ ചെയ്ത് തലയിൽ കയറ്റിയതാണ്. അവൻ പറഞ്ഞു, വായിച്ചു എന്ന് മാത്രമല്ല, എനിക്കത് മനഃപ്പാടമാണ്. സിയോപ്മെങ് വിശ്വസിച്ചില്ല. വെറുതെ തള്ളല്ലേടാ, ഇത് അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷേ യോവോൺ ആ വരികൾ ഒന്നുപോലും തെറ്റാതെ ചൊല്ലിക്കേൾപ്പിച്ചു. ഇത് കേട്ട സിയോപ്മെങ്ങിന്റെ കിളി പോയി ഫ്രണ്ട്സ്. അവൻ വായ പൊളിച്ചു നിന്നുപോയി. ഇവൻ മനുഷ്യനാണോ? ഒറ്റ രാത്രി കൊണ്ട് ഇതെല്ലാം പഠിച്ചോ? അവന് മനസ്സിലായി, താൻ തിരഞ്ഞെടുത്ത ശിഷ്യൻ വെറും നിസ്സാരക്കാരനല്ല എന്ന്. യോവോണിന്റെ ഈ മെമ്മറി പവർ കണ്ടു ഞെട്ടിയവർ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്കൂ. നമ്മുടെ വീഡിയോ കാണുന്നവരിൽ പാതി പേരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്.
ഇനി വരാൻ പോകുന്ന സീനുകൾ ഇതിലും മാസാണ്. നമ്മുടെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ സമയം കളയാതെ അവർ മെയിൻ പരിപാടിയിലേക്ക് കടന്നു. ഇന്റേണൽ എനർജി ശരീരത്തിലേക്ക് കയറ്റുന്ന പ്രോസസ്. സിയോക്മെങ് തന്റെ കൈകൾ യോവൂണിന്റെ പുറത്ത് വെച്ചു. ഇത് വളരെ അപകടം പിടിച്ച പണിയാണ്. ചെറിയൊരു പിഴവ് പറ്റിയാൽ മരണം വരെ സംഭവിക്കാം. അവൻ തന്റെ എനർജി യോവൂണിന്റെ ശരീരത്തിലേക്ക് ഒഴുക്കി വിട്ടു. സാധാരണക്കാരുടെ ശരീരത്തിൽ എനർജി കയറുമ്പോൾ ബ്ലോക്കുകൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. സിയോക്മെങ് വീണ്ടും ഞെട്ടി. ഇതെന്ത് അത്ഭുതം! ഇവന്റെ ശരീരത്തിൽ ഒരു തടസ്സവുമില്ലല്ലോ. വെള്ളം ഒഴുകുന്നത് പോലെ എനർജി പാസ് ചെയ്യുന്നു. നാനോ മെഷീൻ യോവൂണിന്റെ ശരീരം ക്ലീൻ ആക്കി വെച്ചിരുന്നത് കൊണ്ട് അവൻ ഒരു പെർഫെക്റ്റ് ബോഡി ആയി മാറിയിരുന്നു. പക്ഷെ പാവം സിയോക്മെങ് കരുതിയത് യോവൂണിന്റെ അച്ഛൻ ഡെമോണിക് ലോർഡ് അവനെ രഹസ്യമായി പരിശീലിപ്പിച്ചു എന്നാണ്. എന്തായാലും ഗുരുനാഥൻ പോൾ ഹാപ്പി. ഇൻഫർമറിയിൽ ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോൾ ഡോർമിറ്ററിയിൽ വേറൊരു സീൻ നടക്കുന്നുണ്ട്. ഗ്രൂപ്പ് 12. അവിടെ ഒരാൾ പോയിസൺ പ്ലാൻ യങ് മാസ്റ്ററെ ക്രൂരമായി ഇടിച്ച് ചമ്മന്തിയാക്കി നിലത്തിട്ടിരിക്കുകയാണ്. അവന്റെ പേരാണ് ബേക്കഗി. മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം, ഒരു ദയയുമില്ലാത്തവൻ. ശക്തിയുള്ളവനെ ഭരിക്കാൻ അവകാശമുള്ളൂ എന്ന് വിശ്വസിക്കുന്നവൻ. ഇവൻ ഭാവിയിൽ നമ്മുടെ യോവൂണിന് വലിയൊരു തലവേദനയാകും എന്ന് ഉറപ്പാണ്. ആ പേര് ഓർത്തുവെച്ചോ, ബേക്കഗി. തിരിച്ച് ഇൻഫർമറിയിലേക്ക് വരാം. 2 മണിക്കൂർ നീണ്ട കഠിനമായ ട്രെയിനിങ് കഴിഞ്ഞു. സിയോക്മെങ് പോകാൻ എഴുന്നേറ്റു. പോകുന്നതിനു മുൻപ് അവൻ യോവൂണിന് നേരെ വിരൽ ചൂണ്ടി ഒരു വെല്ലുവിളി നടത്തി. യോവൂൺ, എനിക്ക് നിന്നിൽ വലിയ പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് ഞാൻ നിനക്ക് കൃത്യം ഒരാഴ്ച സമയം തരാം. ഈ ഒരാഴ്ചക്കുള്ളിൽ നീ സ്വന്തമായി നിന്റെ ശരീരത്തിൽ ഇന്റേണൽ എനർജി ഉണ്ടാക്കിയെടുക്കണം. ഫ്രണ്ട്സ്, വർഷങ്ങളെടുത്ത് മാസ്റ്റേഴ്സ് ചെയ്യുന്ന വിധിയാണ് വെറും 7 ദിവസം കൊണ്ട് ചെയ്യാൻ പറയുന്നത്. ഇത് നടന്നില്ലെങ്കിൽ യോവൂൺ തോൽക്കും. അടച്ചിട്ട മുറിയിൽ ആരും സഹായിക്കാനില്ലാതെ യോവൂൺ അത് സാധിക്കുമോ? അതോ നാനോ മെഷീനെ ഉപയോഗിച്ച് അവൻ മാസ്റ്ററെ വീണ്ടും ഞെട്ടിക്കുമോ? അത് അറിയാൻ നമുക്ക് അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ബാക്കഗി ഇനി അവനാരാ? അവനെ യോവൂൺ ഇടിച്ചു പരത്തുമോ? കമന്റ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം. അധികാരം, അത് പിടിച്ചെടുക്കാൻ വേണ്ടി സ്വന്തം കൂട്ടുകാരനെ പോലും ചവിട്ടിമെതിക്കുന്ന ഒരിടം. ഫ്രണ്ട്സ്, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. സമാധാനമായി ഉറങ്ങാൻ കിടന്ന നിങ്ങൾ പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുന്നത് ഒടിഞ്ഞ കൈയും പൊട്ടിയ തലയുമായിട്ടാണെങ്കിലോ? അതാണ് ഡെമോണിക് അക്കാദമിയിൽ കഴിഞ്ഞ രാത്രി സംഭവിച്ചത്. ഇന്നത്തെ എപ്പിസോഡ് അഹങ്കാരത്തിന്റെ ഗോപുരങ്ങൾ തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. പോയിസൺ ആർട്സിൽ എക്സ്പെർട്ടായ ഒരു രാജകുമാരനെ വെറുമൊരു ചവിട്ട് കൊണ്ട് നിലംപരിശാക്കിയ ആ വീരൻ ആരാണ്? ഇൻഫർമറിയിൽ അനങ്ങാൻ വയ്യാതെ കിടക്കുന്ന നമ്മുടെ നായകൻ യോവൂണിനെ തേടി ഇരുട്ടിൽ ആ കൊലയാളി എത്തിയത് എന്തിനാണ്? അവന്റെ കൈ യോവൂണിന്റെ ദേഹത്ത് തൊട്ട നിമിഷം അവിടെ സംഭവിച്ചത് എന്താണെന്ന് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. കഥ ആകെ മാറുകയാണ് സുഹൃത്തുക്കളെ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഒട്ടും സമയം കളയണ്ട, നമുക്ക് നേരെ ആ കാടൻ നിയമങ്ങളുടെ ലോകത്തേക്ക് പോകാം. നേരം വെളുത്തു. അക്കാദമിയിലെ വലിയ ഗ്രൗണ്ടായ ഗ്രേറ്റ് ഡ്രിൽ ഹാളിലേക്ക് കുട്ടികൾ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ കാഴ്ച കണ്ടാൽ ആർക്കും സങ്കടം തോന്നും. ഇന്നലെ വരെ ഹീറോ ആയി നടന്ന പലരും ഇന്ന് മുടന്തിയാണ് നടക്കുന്നത്. ചിലരുടെ മുഖം തിരിച്ചറിയാൻ പറ്റാത്ത വിധം വീങ്ങിയിരിക്കുന്നു. ബാൻഡേജ് ഇല്ലാത്ത ഒരുത്തൻ പോലും അവിടെയില്ല. എന്താണ് അവിടെ സംഭവിച്ചത്? ഗ്രൂപ്പ് ലീഡർ സ്ഥാനം പിടിച്ചെടുക്കാൻ വേണ്ടി ഡോർമിറ്ററിയിൽ നടന്നത് വെറും അടിയല്ല, ഒരു യുദ്ധമായിരുന്നു. ഇതൊക്കെ കണ്ട് കസേരയിലിരിക്കുന്ന പ്രൊഫസർമാർ ചിരിക്കുകയാണ്. ശക്തിയുള്ളവൻ ഭരിക്കട്ടെ എന്ന ക്രൂരമായ നിയമം അവർ നടപ്പിലാക്കി കഴിഞ്ഞു. ആ മൈതാനത്ത് നിൽക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ ഉറ്റുനോക്കിയത് 6 വലിയ ക്ലാനിലെ കുട്ടികളിലേക്കാണ്. ഷാഡോ ക്ലാൻ, സേബർ ക്ലാൻ. ഇവരൊക്കെ വിചാരിച്ചതുപോലെ തന്നെ അവരവരുടെ ഗ്രൂപ്പിലെ ലീഡർമാരായി മാറി. അവരെ തൊടാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. പക്ഷേ പ്രൊഫസർമാരുടെ പോലും കണ്ണ് തള്ളിപ്പോയ ഒരു കാഴ്ച അവിടെ ഉണ്ടായിരുന്നു. ഗ്രൂപ്പ് നമ്പർ 12. അവിടെ നടക്കാൻ പാടില്ലാത്ത ഒരു അട്ടിമറി നടന്നിരിക്കുന്നു. സാധാരണഗതിയിൽ ഗ്രൂപ്പ് 12ന്റെ ലീഡർ ആകേണ്ടിയിരുന്നത് ആരാണ്? സംശയമില്ല, പോയിസൺ ക്ലാനിലെ അവകാശിയായ യങ് മാസ്റ്റർ തന്നെ. കാരണം അക്കാദമിയിലെ തന്നെ ഏറ്റവും അപകടകാരികളായ വംശമാണത്. അവരുടെ വിഷം ഒന്ന് ഏറ്റാൽ മരണം ഉറപ്പാണ്. പക്ഷേ അവിടെ നമ്മൾ കാണുന്നത് വേറൊരു കാഴ്ചയാണ്. ആ പോയിസൺ രാജകുമാരൻ മുഖം മുഴുവൻ ചതഞ്ഞ് ചോരയൊലിപ്പിച്ച് നിൽക്കുന്നു. അവിടെ ഒരു രാജാവിനെപ്പോലെ നിൽക്കുന്നത് മറ്റാരുമല്ല, ബാക്കഗി. ആരാണ് ഈ ബാക്കഗി? അവനെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. പ്യുവർ കിക്ക് ക്ലാൻ എന്ന കാലുകൾ കൊണ്ട് മാത്രം യുദ്ധം ചെയ്യുന്ന ക്ലാനിലെ അംഗം. എല്ലാവരും ഞെട്ടിപ്പോയി. എങ്ങനെയാണ് പോയിസൺ ആർട്സ് അറിയാവുന്നവനെ ഇവൻ തോൽപ്പിച്ചത്? അവിടെയാണ് ട്വിസ്റ്റ്.
അക്കാദമിയിൽ പോയിസൺ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. ആ നിയമം വന്നതോടെ പോയിസണിൽ മാത്രം വിശ്വസിച്ചിരുന്ന ആ രാജകുമാരൻ വെറും ഒരു പല്ലില്ലാത്ത പാമ്പായി മാറി. ഇത് മുതലെടുത്ത് ബാക്കുഗി അവനെ ഇടിച്ചു പിഴിഞ്ഞു കളഞ്ഞു. എന്നിട്ട് ബാക്കുഗി പറയുന്ന ഒരു ഡയലോഗുണ്ട്, അത് കേൾക്കണം, എന്നെ നോക്കി പേടിപ്പിക്കണ്ടടാ. വിഷമില്ലാത്ത പാമ്പ് വെറും മണ്ണിരയാണെന്ന് ഞാൻ തെളിയിച്ചില്ലേ, ഇനി മിണ്ടാതെ എന്റെ പുറകിൽ പോയി നിൽക്ക്. ഹോ, ഇതിലും വലിയൊരു അപമാനം പോയിസൺ പ്ലാനിന് കിട്ടാനില്ല. ഈ ബാക്കുഗിയുടെ മാസ് എൻട്രി കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ഭാവിയിൽ ഇവൻ നമ്മുടെ നായകൻ യോ വോണിന് ഒരു വലിയ തലവേദന ആകുമെന്നാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇവൻ വില്ലനാകുമോ അതോ കൂട്ടുകാരനാകുമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. അതുപോലെ കഥ മുറുകി വരികയാണ് ഫ്രണ്ട്സ്. നാനോ മെഷീന്റെ ഓരോ എപ്പിസോഡും മിസ് ആവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിച്ചേക്കൂ. ലൈക്ക് ചെയ്യാത്തവർ ഒന്ന് ലൈക്കും ചെയ്തേക്കണേ. അപ്പോ ബാക്കി നോക്കാം. ഈ കാഴ്ച കണ്ട് സന്തോഷിച്ച മറ്റൊരാളുണ്ട്, മുഗിയം. അവൻ സ്റ്റെൽത്ത് ക്ലാൻ അംഗമാണ്. വലിയ ക്ലാനിൽപ്പെട്ടവൻ, ഒരു വലിയ വംശത്തിലെ രാജകുമാരൻ. ചെറിയൊരു ക്ലാനിലെ പയ്യനോട് തോറ്റത് അവന് സഹിക്കാൻ പറ്റുന്നില്ല. അവൻ ആ പോയിസൺ മാസ്റ്ററെ നോക്കി പുച്ഛിച്ചു ചിരിക്കുകയാണ്. കഷ്ടം തന്നെ, നീ ഞങ്ങളുടെ വലിയ വംശങ്ങൾക്ക് തന്നെ നാണക്കേടാണല്ലോടാ. വിഷം ഉപയോഗിക്കാൻ പറ്റാത്ത ഒരൊറ്റ കാരണം കൊണ്ട് നീ ആ ബാക്കുഗിയുടെ മുന്നിൽ മുട്ടുകുത്തിയില്ലേ. അവിടെ ഗ്രൂപ്പ് 12 അടിയും ബഹളവും നടക്കുമ്പോൾ നമ്മുടെ യോ വോണിന്റെ ഗ്രൂപ്പായ ഗ്രൂപ്പ് 8 വേറൊരു പ്രശ്നം പുകയുകയാണ്. അവരുടെ പ്രൊഫസർ ഇംപിയോങ് വന്ന് ഒരു ബോംബ് പൊട്ടിച്ചു. യോ വോണിന് സുഖമാകാൻ 2 ആഴ്ച എടുക്കും. ഇത് കേട്ടതും ഗ്രൂപ്പിലെ ജാഹ്യുൻ എന്ന പയ്യൻ ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിച്ചു. സാർ, 3 ആഴ്ച കഴിഞ്ഞാൽ ഗ്രൂപ്പ് എക്സാം ആണ്. ഇവൻ 2 ആഴ്ച കിടന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഒരുത്തൻ കാരണം ഞങ്ങളും തോൽക്കണോ? അവരുടെ പേടിയിൽ കാര്യമുണ്ട്. ഒരാൾ തോറ്റാൽ ഗ്രൂപ്പ് മുഴുവൻ തോൽക്കും. അതാണ് നിയമം. പക്ഷേ പ്രൊഫസർ ഇംപിയോങ് ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് അവൻ നേരിട്ട് ഇൻഫർമറിയിൽ പോയി യോ വോണിനെ പഠിപ്പിക്കാം എന്ന് ഏൽക്കുന്നു. അന്ന് ഉച്ചയ്ക്ക് മൈതാനത്ത് വെച്ച് ഒരു അപകടം നടക്കുന്നുണ്ട്. വാൾപ്പയറ്റിനിടയിൽ ഒരു കുട്ടിക്ക് കുത്തേറ്റു. വയറ്റിൽ വാൾ തറച്ചുകയറിയ ആ കുട്ടിയെയും കൊണ്ട് പ്രൊഫസർ ഇൻഫർമറിയിലേക്ക് ഓടുകയാണ്. ഇത് കാണിക്കുന്നത് ഒരൊറ്റ കാര്യത്തിനാണ്, ഇവിടെ ഒരബദ്ധം പറ്റിയാൽ മരണം ഉറപ്പാണ്. അങ്ങനെ ആ കുട്ടിയെയും അഡ്മിറ്റ് ചെയ്തതോടെ ഇൻഫർമറിയിൽ ഇപ്പോൾ 2 രോഗികളായി. രാത്രിയായി. അക്കാദമി മുഴുവൻ നിശബ്ദമാണ്. ഇൻഫർമറിയിൽ മരുന്നിന്റെ മണവും കൂർക്കംവലിയുടെ ശബ്ദവും മാത്രം. യോ വോൺ നല്ല ഉറക്കത്തിലാണ്. പക്ഷേ ജനലിന്റെ ഭാഗത്ത് ഇരുട്ടിൽ ഒരു നിഴൽ അനങ്ങുന്നു. ആരോ പതുങ്ങി പതുങ്ങി വരുന്നുണ്ട്. അവൻ നേരെ വരുന്നത് യോ വോണിന്റെ കിടക്കയ്ക്ക് അടുത്തേക്കാണ്. ആരായിരിക്കും അത്? അവൻ യോ വോണിന്റെ മുഖത്തേക്ക് നോക്കി മനസ്സിൽ പറയുകയാണ്, എന്നെ വെറുക്കരുത്. ഇത് നമ്മുടെ ഗ്രൂപ്പിന്റെ നല്ലതിനു വേണ്ടിയാണ്. നീ നടക്കാൻ പറ്റാത്ത വികലാംഗനായാൽ നിനക്ക് പുറത്തു പോകേണ്ടി വരും. പകരം ഞങ്ങൾക്ക് പുതിയൊരുത്തനെ കിട്ടും. അതാണ് എല്ലാവർക്കും നല്ലത്. എന്തൊരു ക്രൂരനാണല്ലേ. ഗ്രൂപ്പ് ജയിക്കാൻ വേണ്ടി സ്വന്തം ടീം മേറ്റിനെ എന്നേക്കുമായി തളർത്താൻ നോക്കുകയാണ് അവൻ. അവന്റെ കൈകൾ യോ വോണിന്റെ ശരീരത്തിന് നേരെ നീണ്ടു. അവൻ വിചാരിച്ചത് യോ വോൺ വെറുമൊരു പാവമാണെന്നാണ്. പക്ഷെ അവനറിയില്ലല്ലോ, യോ വോണിന്റെ ശരീരത്തിൽ ഇപ്പോൾ 20 വർഷത്തെ ശക്തി മാത്രമല്ല, ഭാവിയിലെ ടെക്നോളജിയും ഉണ്ടെന്ന്. അവന്റെ വിരൽ യോ വോണിന്റെ ദേഹത്ത് തൊട്ടതും ഒരു നീല മിന്നൽ. നാനോയുടെ സെൽഫ് ഡിഫൻസ് മോഡ് ആക്ടിവേറ്റ് ആയി. ആ അക്രമി ഷോക്കടിച്ച് തെറിച്ച് ദൂരെ പോയി വീണു. ഉറക്കത്തിൽ കിടക്കുന്ന യോ വോണിന്റെ ശരീരം മുഴുവൻ നീല വെളിച്ചത്തിൽ തിളങ്ങുകയാണ്. നാനോ പ്രതിരോധം ആരംഭിക്കുന്നു. ആരാണ് ആ വഞ്ചകൻ? ഷോക്കടിച്ച് വീണ അവനെ യോ വോൺ വെറുതെ വിടുമോ? അതോ അവിടെ ചോരപ്പുഴ ഒഴുകുമോ? അത് അറിയണമെങ്കിൽ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമന്റുകളാണ് എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഊർജ്ജം. അപ്പോ അടുത്ത മാസ എപ്പിസോഡുമായി വീണ്ടും കാണാം. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, കൊല്ലാൻ വരുന്നവനെ തിരിച്ച് കസേരയിൽ കെട്ടിയിട്ട് അവനെക്കൊണ്ട് തന്നെ സത്യം പറയിപ്പിക്കുന്ന നായകനെ? അതും വെറും അടിയും ഇടിയും കൊണ്ടല്ല, സൈക്കോളജിക്കൽ ടോർച്ചർ കൊണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് യോ വോണിന്റെ വില്ലൻ ലുക്കാണ്. രാത്രിയിൽ അവനെ കൊല്ലാൻ വന്ന അക്രമിയെ നാനോ ഷോക്കടിപ്പിച്ച് വീഴ്ത്തിയപ്പോൾ നമ്മൾ വിചാരിച്ചു കളി കഴിഞ്ഞു എന്ന്. പക്ഷേ കളി തുടങ്ങുന്നതേയുള്ളൂ. ബോധം വരുമ്പോൾ ആ അക്രമി കാണുന്നത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പേടിസ്വപ്നമാണ്. യോ വോൺ അവനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. മാത്രമല്ല, ആ പാവത്തിന്റെ തലമുടിക്ക് എന്ത് സംഭവിച്ചു എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ചിരി നിർത്താൻ പറ്റില്ല. യോ വോൺ ഒരു രാക്ഷസനായി മാറുന്ന കാഴ്ച കാണാൻ റെഡിയാണോ? എങ്കിൽ വാ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നാനോ മെഷീൻ സീരീസ് കത്തിക്കയറുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ യോ വോണിന്റെ ദേഹത്ത് തൊട്ട് അക്രമി ഷോക്കടിച്ച് തെറിച്ചു വീഴുന്നത് നമ്മൾ കണ്ടു.
ഇപ്പോൾ അവന് പതിയെ ബോധം വരികയാണ്. കണ്ണ് തുറക്കുമ്പോൾ ചുറ്റും കൂരിരുട്ടാണ്. കൈകാലുകൾ അനക്കാൻ നോക്കിയപ്പോൾ അവന് മനസ്സിലായി അവൻ കസേരയിൽ വരിഞ്ഞു മുറുക്കി കെട്ടിയിരിക്കുകയാണെന്ന്. എന്റെ ദൈവമേ, ഇതെവിടെയാണ്? ഞാൻ എപ്പോഴാണ് ബോധം കെട്ടത്? അവൻ പേടിയോടെ വിറച്ചു. അപ്പോഴാണ് ഇരുട്ടിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത്. യോ വൂൺ. അവൻ ഒരു കസേരയിൽ കാൽമേൽ കാൽ കയറ്റി വെച്ച് രാജാവിനെ പോലെ ഇരിക്കുകയാണ്. പരിക്കേറ്റു കിടക്കുകയാണെന്ന് കരുതിയവൻ ഇതാ ഒരു കുഴപ്പവുമില്ലാതെ മുന്നിൽ. യോ വൂൺ അവനെ നോക്കി ഒരു വല്ലാത്ത ചിരിയോടെ ചോദിച്ചു, എഴുന്നേറ്റോടാ. മൊട്ടത്തലയാ? ഇത് കേട്ടതും അവൻ ഞെട്ടി. മൊട്ടത്തലയെന്നോ? ഇവൻ ആരെയാ വിളിക്കുന്നത്? സംശയം തോന്നി അവൻ വിറക്കുന്ന കൈകളോടെ തലയിൽ ഒന്ന് തൊട്ടു നോക്കി. അയ്യോ, എന്റെ തലമുടി എവിടെ? അവന്റെ തല മൊത്തം വടിച്ചു വെച്ചിരിക്കുകയാണ് ഗ്സ്. ഒരു രോമം പോലുമില്ല. യോ വൂൺ അവനെ ക്ലീൻ ഷേവ് ചെയ്ത് മിനുക്കി വെച്ചിരിക്കുകയാണ്. അവൻ അലറിക്കരയാൻ തുടങ്ങി, എന്റെ മുടി, എന്റെ മുടി പോയേ. യോ വൂൺ അവനെ ആശ്വസിപ്പിക്കുകയല്ല ചെയ്തത്, ഒറ്റ അടി വെച്ചു കൊടുത്തു. മിണ്ടാതിരിക്കടാ, കിടന്ന് ബഹളം വെച്ചാൽ കൊല്ലും ഞാൻ. ആ അടിയിൽ തന്നെ അവന് കാര്യം പിടികിട്ടി. മുന്നിൽ നിൽക്കുന്നത് ആ പഴയ പാവം യോ വൂണല്ല. യോ വൂണിന്റെ ഈ മൊട്ടയടി പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എങ്കിൽ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്കൂ. ഇന്നത്തെ നമ്മുടെ ടാർഗറ്റ് 40 ലൈക്കുകളാണ്. 400 ഫാൻസിന് അത് നിസ്സാരമല്ലേ? പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കൺ കൂടി അമർത്തണേ. എങ്കിലേ അടുത്ത എപ്പിസോഡ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടൂ. അപ്പോ ബാക്കി നോക്കാം. യോ വൂൺ ചോദ്യം ചെയ്യാൻ തുടങ്ങി. സത്യം പറഞ്ഞോ, ആരാണ് നിന്നെ ഇങ്ങോട്ട് അയച്ചത്? പക്ഷെ ആ അക്രമി അത്ര പെട്ടെന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവൻ ഒരു കടുങ്കൈ പ്രയോഗിച്ചു. അവൻ പറഞ്ഞു, എടാ, നിനക്ക് അക്കാദമിയിലെ നിയമം അറിയില്ലേ? ഔദ്യോഗികമായ ട്രെയിനിങ് സമയത്തോ അല്ലാതെ വിദ്യാർത്ഥികൾ തമ്മിൽ ഉപദ്രവിക്കാൻ പാടില്ല. നീ എന്നെ തൊട്ടാൽ നിന്നെ അക്കാദമിയിൽ നിന്ന് പുറത്താക്കും. അതുകൊണ്ട് മര്യാദയ്ക്ക് എന്നെ അഴിച്ചു വിടുന്നതാണ് നിനക്ക് നല്ലത്. നോക്കണേ, കൊല്ലാൻ വന്നവൻ ഇപ്പോൾ നിയമം പഠിപ്പിക്കുന്നു. പക്ഷേ യോ വൂൺ ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ എല്ലാമുണ്ടായിരുന്നു. നിയമമൊക്കെ കൊള്ളാം, പക്ഷേ ഈ മുറിക്കുള്ളിൽ നമ്മൾ 2 പേർ മാത്രമേയുള്ളൂ. ഞാൻ നിന്നെ എന്തു ചെയ്താലും പുറത്ത് ആരും അറിയാൻ പോകുന്നില്ല. അതും പറഞ്ഞ് യോ വൂൺ എഴുന്നേറ്റ് ഇൻഫർമറിയിലെ മേശപ്പുറത്ത് പരതാൻ തുടങ്ങി. പെട്ടെന്ന് അവന്റെ കയ്യിൽ ഒരു സാധനം തടഞ്ഞു. അതൊരു വലിയ അക്യുപഞ്ചർ സൂചി ആയിരുന്നു. നല്ല നീളമുള്ള തിളങ്ങുന്ന സൂചി. യോ വൂൺ അത് കയ്യിൽ പിടിച്ച് പതുക്കെ അവന്റെ അടുത്തേക്ക് നടന്നു. എന്റെ വീട്ടിൽ ഇങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. ഇത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. ആ മൊട്ടത്തലയന്റെ കണ്ണ് തള്ളിപ്പോയി. നീ എന്താ ചെയ്യാൻ പോകുന്നത്? അത് മാറ്റിവെക്ക്. യോ വൂൺ അവന്റെ കൈ പിടിച്ചു. എന്നിട്ട് ആ സൂചി വിരലുകൾക്കിടയിലൂടെ കേറ്റാൻ തുടങ്ങി. ഇതൊരു വല്ലാത്ത ടോർച്ചറാണ് ഗ്സ്. സത്യത്തിൽ അവൻ കുത്തുന്നില്ല, പക്ഷെ ആ പേടി മതി ആളെ കൊല്ലാൻ. ഇവിടെയാണ് ആ അക്രമി ഒരു കാര്യം തിരിച്ചറിയുന്നത്. യോ വൂണിന്റെ പിടുത്തത്തിന് ഭയങ്കര ശക്തിയാണ്. ഇവൻ ആയോധന കലകൾ ഒന്നും പഠിച്ചിട്ടില്ല എന്നാണല്ലോ കേട്ടത്. പിന്നെങ്ങനെ ഇവന് ഇത്രയും ശക്തി കിട്ടി? അവൻ അത്ഭുതപ്പെട്ടു. വേദന സഹിക്കാനാവാതെ അവൻ ബോധം കെട്ട് വീണു. പക്ഷേ യോ വൂൺ വിട്ടില്ല. അവൻ വെള്ളമൊഴിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. എടാ, ഉറങ്ങാൻ സമയമായില്ല. കാര്യം പറഞ്ഞിട്ട് ഉറങ്ങിയാൽ മതി. വീണ്ടും ടോർച്ചർ. വീണ്ടും അവൻ ബോധം കെടുന്നു. വീണ്ടും എഴുന്നേൽപ്പിക്കുന്നു. 2 വട്ടം ബോധം കെട്ടുണർന്നപ്പോഴേക്കും അവന് മനസ്സിലായി ഇവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ സത്യം പറയുകയേ വഴിയുള്ളൂ എന്ന്. അല്ലെങ്കിൽ ഇവൻ തന്നെ പച്ചയ്ക്ക് തിന്നും. അവസാനം അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മതി, ദയവു ചെയ്ത് നിർത്ത്, ഞാൻ എല്ലാം പറയാം. യോ വൂൺ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ആദ്യമേ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഈ കഷ്ടപ്പാട് ഒഴിവാക്കാമായിരുന്നില്ലേ? പറ, ആരാണ് നിന്നെ വിട്ടത്? മുഖിയമല്ലേ? യോ വൂൺ ആ പേര് പറഞ്ഞതും അവൻ ഞെട്ടിപ്പോയി. എങ്ങനെ? നിനക്ക് എങ്ങനെ അറിയാം അത് മുഖിയമാണെന്ന്? യോ വൂൺ കൂളായി മറുപടി പറഞ്ഞു, എന്റെ പ്രൊഫസർ എല്ലാ ദിവസവും എന്നെ കാണാൻ വരുന്നുണ്ട്. ക്ലാസ്സിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. നിന്റെ ഗ്രൂപ്പ് ലീഡർ മുഖിയം എന്നെ പുറത്താക്കാൻ കാത്തിരിക്കുകയാണെന്നും എനിക്കറിയാം. ഇവിടെ വെച്ചാണ് ആ അക്രമിയുടെ പേര് നമ്മൾ അറിയുന്നത്. ഹിയോബോങ്, അതാണ് അവന്റെ പേര്. ഹിയോബോങ് ആകെ തകർന്നു പോയി. അവൻ വിചാരിച്ചത് യോ വൂൺ ഒന്നും അറിയാത്ത ഒരു മണ്ടനാണെന്നാണ്. പക്ഷേ യോ വൂൺ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് കളിക്കുന്നത്. ഹിയോബോങ് മനസ്സിൽ പറയുന്നുണ്ട്, ഇവൻ വെറുമൊരു കുട്ടിയല്ല, ഇവൻ ഒരു രാക്ഷസനാണ്. പുറമെ പാവമായി അഭിനയിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ഇവൻ ഭയങ്കര അപകടകാരിയാണ്. മുഖിയം ഇവനെ ശത്രുവായി കണ്ടത് വലിയ അബദ്ധമായിപ്പോയി. അങ്ങനെ ഹിയോബോങ് യോ വൂണിന്റെ ആദ്യത്തെ ഇരയായി മാറിയിരിക്കുകയാണ്. വിവരങ്ങൾ എല്ലാം കിട്ടി. യോ വൂൺ അവനോട് പറഞ്ഞു, വിവരങ്ങൾ തന്നതിന് നന്ദി. ഇനി നീ ഇവിടെ കിടന്നുറങ്ങിക്കോ. ഇപ്പോൾ യോ വൂണിന് കൃത്യമായി അറിയാം ആരാണ് ശത്രു എന്ന്. ഇൻഫർമറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ യോ വൂണിന്റെ ലക്ഷ്യമൊന്ന് മാത്രമാണ്, മുഖിയം. പക്ഷേ മുഖിയം നിസ്സാരക്കാരനല്ല. അക്കാദമിയിലെ ഏറ്റവും വലിയ ഗ്യാങ് ലീഡർമാരിൽ ഒരാളാണ് അവൻ.
യോ വോൺ ഒറ്റയ്ക്ക് എങ്ങനെ അവനെ നേരിടും? അടുത്ത എപ്പിസോഡിൽ അക്കാദമി ഞെട്ടാൻ പോവുകയാണ്. മുഗിയമിന് യോ വോൺ കൊടുക്കുന്ന മറുപടി എന്തായിരിക്കും? അതറിയാൻ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കണം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? യോ വോൺ മുഗിയമിനെ നേരിട്ട് ആക്രമിക്കുമോ? അതോ വേറെ എന്തെങ്കിലും തന്ത്രം പ്രയോഗിക്കുമോ? നിങ്ങളുടെ ഊഹങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോ അടുത്ത എപ്പിസോഡുമായി കാണാം. ഒറ്റ രാത്രി, വെറും ഒരൊറ്റ രാത്രി കൊണ്ട് 30 വർഷത്തെ ശക്തി. മറ്റുള്ളവർ വർഷങ്ങളോളം കഷ്ടപ്പെട്ട് നേടുന്ന പവർ നമ്മുടെ നായകൻ യോ വോൺ ഇന്ന് ഒരു കുറുക്കുവഴിയിലൂടെ സ്വന്തമാക്കാൻ പോവുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ 3 ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്നാമത്തെ കാര്യം, യോ വോൺ ലെവൽ അപ്പ് ചെയ്ത് വേറെ റേഞ്ചിലേക്ക് മാറുന്നു. 2. മാസ്റ്റർ സിയോക്മെങ് തന്റെ അമ്മയെക്കുറിച്ച് ഒരു ഞെട്ടിക്കുന്ന രഹസ്യം വെളിപ്പെടുത്തുന്നു. മൂന്നാമത്തേത്, രാവിലെ എഴുന്നേറ്റ് വരുന്ന ഡോക്ടർ ഹിയോബോങ്ങിന്റെ മൊട്ടത്തല കണ്ട് ഞെട്ടുന്ന സീൻ. ഇതൊരു 1.5 എപ്പിസോഡാണ്. ഒട്ടും സമയം കളയണ്ട, നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. നേരം വെളുത്തു. പതിവ് പോലെ ജനൽ വഴി നമ്മുടെ കൊടിയൻ മാസ്റ്റർ സിയോക്മെങ് ഇൻഫർമറിയിലേക്ക് ചാടിക്കയറി. യോ വോണിന്റെ ട്രെയിനിങ് തുടരുക എന്നതാണ് പുള്ളിയുടെ ലക്ഷ്യം. പക്ഷെ അകത്ത് കയറിയതും അദ്ദേഹം ഒന്ന് സ്റ്റക്കായി. കാരണം മുറിയുടെ ഒരു മൂലയിൽ ആരോ ബോധം കെട്ടുകിടക്കുന്നു. നമ്മുടെ മൊട്ടത്തലയൻ ഹിയോബോങ്. സിയോക്മെങ് ചോദിച്ചു, ആരാടാ അത്? യോ വോൺ വളരെ കൂളായി മറുപടി പറഞ്ഞു, ഓ അതോ, ഡോക്ടർ പോയ ഉടനെ എന്നെ കൊല്ലാൻ വന്ന ഒരുത്തനാ. ഞാൻ അവനെ ഒന്ന് കൈകാര്യം ചെയ്തു വെച്ചതാ. ഇത് കേട്ടപ്പോൾ സിയോക്മെങ് ശരിക്കും അത്ഭുതപ്പെട്ടു. കാരണം യോ വോൺ ട്രെയിനിങ് തുടങ്ങിയിട്ടേ ഉള്ളൂ. വന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു വാടകക്കൊലയാളിയെ കീഴ്പ്പെടുത്തി കെട്ടിയിടാൻ അവന് സാധിച്ചെങ്കിൽ അവൻ വെറും പുലിയല്ല, സിംഹമാണ്. സിയോക്മെങ് മനസ്സിൽ പറയുന്നുണ്ട്, ഇവൻ കാര്യങ്ങൾ പഠിക്കാൻ 2 ആഴ്ച എടുക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഇവൻ എന്റെ പ്രതീക്ഷകൾക്കും അപ്പുറമാണ്. ഇവന്റെ വളർച്ച കണ്ടതോടെ സിയോക്മെങ് തന്റെ പ്ലാനുകൾ മാറ്റാൻ തീരുമാനിക്കുന്നു. സിയോക്മെങ് ആ അക്രമിയെ സൂക്ഷിച്ചു നോക്കി. ഇവനെ അയച്ചത് ആരാണ്? യോ വോൺ പറഞ്ഞു, സ്റ്റെൽത്ത് ക്ലാനിലെ ആളാണ്. ഇവിടെയാണ് സിയോക്മെങ് ആ സത്യം വെളിപ്പെടുത്തുന്നത്. സ്റ്റെൽത്ത് ക്ലാനിന്റെ പേര് കേട്ടപ്പോൾ സിയോക്മെങ്ങിന്റെ മുഖത്ത് പുച്ഛവും ദേഷ്യവും വന്നു. അദ്ദേഹം പറഞ്ഞു, സ്റ്റെൽത്ത് ക്ലാനോ? എനിക്കറിയാം അവരെ. എന്റെ അമ്മ ആ വംശത്തിൽപ്പെട്ട ആളായിരുന്നു. എല്ലാവരും ഒന്ന് ഞെട്ടിയില്ലേ? അദ്ദേഹം തുടർന്നു, അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം അവർ എത്ര വലിയ കുഴപ്പക്കാരാണെന്ന്. എപ്പോഴും പിന്നിൽ നിന്ന് കുത്തുന്ന ഒട്ടും മര്യാദയില്ലാത്ത വർഗമാണ് സ്റ്റെൽത്ത് ക്ലാൻ. സ്വന്തം അമ്മയുടെ വംശത്തെപ്പറ്റി തന്നെ മാസ്റ്റർ ഇങ്ങനെ പറയുന്നത് കേട്ട് യോ വോൺ ഒന്ന് അമ്പരന്നു. പക്ഷേ സിയോക്മെങ് പറഞ്ഞത് 100% ശരിയാണ്. എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് പവർ കാണിച്ചേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ആ ബെൽ ഐക്കൺ അടിച്ച് പൊട്ടിച്ചേക്ക്. നമുക്ക് കഥയിലേക്ക് വരാം. അതൊക്കെ പോട്ടെ എന്ന് വെച്ച് സിയോക്മെങ് മെയിൻ വിഷയത്തിലേക്ക് കടന്നു. ഏടാ, നിനക്ക് ആദ്യത്തെ പരീക്ഷ ജയിച്ചപ്പോൾ കിട്ടിയ ആ ഡെമോണിക് ഡ്രാഗൺ മാർബിൾ എവിടെ? യോ വോൺ അത് കട്ടിലിനടിയിൽ നിന്ന് എടുത്തു കൊടുത്തു. സിയോക്മെങ് പറഞ്ഞു, ഇതൊരു സാധാരണ ഗുളികയല്ല. ഇത് കഴിച്ചാൽ 20 വർഷത്തെ കഠിന പരിശീലനം കൊണ്ട് ലഭിക്കുന്ന ഇന്റേണൽ എനർജി ഒറ്റയടിക്ക് നിനക്ക് കിട്ടും. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, വെറുതെ കഴിച്ചാൽ ശരീരം അത് വലിച്ചെടുക്കില്ല. അതുകൊണ്ട് സിയോക്മെങ് തന്റെ പവർ ഉപയോഗിച്ച് സഹായിക്കാമെന്നേറ്റു. അങ്ങനെ യോ വോൺ ആ മാർബിൾ വായിലേക്കിട്ടു. പവർ കിട്ടുമല്ലോ എന്നോർത്ത് സന്തോഷിച്ച് കഴിച്ചതാണ്. പക്ഷേ യോ വോൺ അത് ചവച്ചതും മുഖം മാറി. അയ്യേ, എന്തൊരു കൈബാണിത്! കൂടാതെ ചിയഞ്ഞ നാറ്റവും. നാക്ക് മരവിച്ചു പോകുന്നു. സിയോക്മെങ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മിണ്ടാതെ വിഴുങ്ങടാ. നല്ല മരുന്ന് എപ്പോഴും കയ്ക്കും. അങ്ങനെ കഷ്ടപ്പെട്ട് അവൻ അത് വിഴുങ്ങി. ഉടനെ തന്നെ നമ്മുടെ നാനോ പണി തുടങ്ങി. ശരീരത്തിലേക്ക് വലിയ ഊർജം വരുന്നുണ്ട്. മെറ്റബോളിസം കൂട്ടി ഇത് പെട്ടെന്ന് വലിച്ചെടുക്കട്ടെ. യോ വോൺ യെസ് പറഞ്ഞു. അതോടെ അത്ഭുതം സംഭവിച്ചു. പ്രക്രിയ അവസാനിച്ചപ്പോൾ സിയോക്മെങ് ഞെട്ടിപ്പോയി. അദ്ദേഹം യോ വോണിനെ നോക്കി പറഞ്ഞു, എടാ ഭീകര, നീ ഇപ്പോൾ വലിച്ചെടുത്തത് 20 വർഷത്തെയല്ല, ഏകദേശം 30 വർഷത്തെ ഇന്റേണൽ എനർജിയാണ്. നാനോയുടെ സഹായം കൊണ്ട് 10 വർഷത്തെ ബോണസ് എനർജി കൂടി അവന് കിട്ടി. ഇനി ഇവനെ പിടിച്ചാൽ കിട്ടില്ല. ഇൻഫർമറിയിൽ യോ വോൺ സൂപ്പർമാൻ ആകുമ്പോൾ പുറത്ത് വില്ലൻ മുഖിയം കിനാവ് കണ്ട് നടക്കുകയാണ്. അവൻ കൂട്ടുകാരനോട് ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഇപ്പോ ഹിയോബോങ് ആ യോ വോണിന്റെ മസിലുകൾ മുറിച്ച് അവനെ ഇഴയുന്ന പുഴുവിനെപ്പോലെ ആക്കി മാറ്റിയിട്ടുണ്ടാകും. എനിക്കത് കാണാൻ കൊതിയാവുന്നു. പാവം മുഖിയം. യോ വോൺ അവിടെ 30 വർഷത്തെ ശക്തി നേടിയിരിക്കുകയാണെന്നും അവന്റെ ചാരനായ ഹിയോബോങ് അവിടെ മൊട്ടയടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണെന്നും ഇവൻ അറിയുന്നില്ല. ഇവനുള്ള പണി വഴിയിലുണ്ട്. ഇനിയാണ് എപ്പിസോഡിലെ ഹൈലൈറ്റ്. സിയോക്മെങ് പോയിക്കഴിഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇൻഫർമറിയിലേക്ക് അവിടുത്തെ ഡോക്ടർ ഫിസിഷ്യൻ ബേക്ക് കടന്നുവന്നു. അദ്ദേഹം കണ്ട കാഴ്ച എന്താണെന്നോ?
യോവോൺ പുതച്ചു മൂടി നല്ല ഉറക്കമാണ്, കള്ള ഉറക്കമാണ് ഫ്രണ്ട്സ്. പക്ഷേ മുറിയുടെ മൂലയിൽ ഹിയോബോങ് ഇരിക്കുന്നു. അവന് ബോധം വന്നിട്ടുണ്ട്. അവൻ തന്റെ തിളങ്ങുന്ന മൊട്ടത്തലയിൽ കൈവച്ച് വിറക്കുകയാണ്. ഡോക്ടർ അന്തം വിട്ടുപോയി. അദ്ദേഹം ചോദിച്ചു, എടാ, ഒറ്റ രാത്രി കൊണ്ട് നിന്റെ മുടിയൊക്കെ എവിടെ പോയി? എന്നിട്ട് അദ്ദേഹം ചിരിക്കാൻ തുടങ്ങി. ഹിയോബോങ് കരച്ചിലിന്റെ വക്കിലെത്തി. അവന് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇതുകണ്ട് ഡോക്ടർക്ക് സംശയം തോന്നി. അദ്ദേഹം പതുക്കെ തല തിരിച്ച് യോവോണിനെ നോക്കി. യോവോൺ അവിടെ ഒന്നുമറിയാത്ത പോലെ കൂർക്കം വലിച്ചുറങ്ങുന്ന അഭിനയത്തിലാണ്. ഡോക്ടർ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇത് ഇവന്റെ പണിയാണോ? പക്ഷെ ഇവൻ അനങ്ങാൻ വയ്യാതെ കിടക്കുകയല്ലേ? പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? ഡോക്ടറുടെ ആ സംശയ നോട്ടത്തിലും ഹിയോബോങ്ങിന്റെ മൊട്ടത്തലയിലും യോവോണിന്റെ കള്ളതരത്തിലും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അങ്ങനെ യോവോൺ പവർഫുൾ ആയി. അടുത്ത എപ്പിസോഡിൽ അവൻ പുറത്തിറങ്ങും. തന്നെ കളിയാക്കിയവർക്കുള്ള മറുപടി അവൻ കൊടുക്കുന്നത് കാണാൻ മിസ് ചെയ്യരുത്. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.